ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കൊടും വേനൽ സമയത്ത് നമുക്കൊരു മാംഗോ ഷേക്ക് അടിച്ച് കുടിക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ അതാണ്ട് ഈ ഒരു ഭംഗിയുള്ളൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങ നമുക്ക് ആദ്യം തൊലിപ്പുറമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് മാങ്ങയൊന്ന് എടുക്കാം. അതിനായിട്ട് തൊലിപ്പുറമെല്ലാം നല്ല ഭംഗിക്കൊന്ന് വെട്ടിയെടുക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് കുഞ്ഞിലേക്ക് മാങ്ങ അറുക്കുമ്പോൾ മാമ ഞങ്ങൾക്കത് അറുത്ത് തരുമ്പോൾ മാല പോലെ ഇതിൻ്റെ തൊലീനെ അറുത്ത് തരും. ഞങ്ങളതിന് കഴുത്തിൽ മാല പോലെ കിട്ടുകൊണ്ട് കിടക്കും. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ അറുക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇത്തിരി ഭംഗിക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു മോഡലിലൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്, വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ. അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് മുറിച്ച് രണ്ട് സൈഡ് എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം. ഹാരിയും മാങ്ങാണ്ടി രവില തട്ടിയിട്ട് അരി എത്തിരി പ്രയാസമായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതാ ഓക്കെ. അപ്പോൾ മാങ്ങ എല്ലാം മുഴുവൻ മാങ്ങനെ ഇങ്ങനെ ഒന്ന് ചെത്തി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പണിയിലോട്ട് കിടക്കാം. അപ്പോൾ മുഴുവൻ മാങ്ങയും ചെത്തി നല്ല ഭംഗിക്ക് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങ കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിൽ വേണ്ട ആവശ്യ സാധനങ്ങൾ: വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്. പാല് കട്ടിപ്പാലാണ് വേണ്ടത്. നമ്മൾ പാല് വന്നിട്ട് ഫ്രീസറിൽ വെച്ച് പാലിനെ കട്ടയായിട്ട് എടുക്കുകയാണില്ല, ഇനിയും നല്ലതായിരിക്കും. ആ ഒരു തിക്നെസ്സും ടേസ്റ്റും ഇനിയും കിട്ടും. പക്ഷേ എനിക്ക് കട്ടിയാക്കി എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അതിനുമുമ്പ് വീഡിയോ എടുക്കാനുള്ളതായി. അതുകൊണ്ട് ഞാൻ ഈ പാല് തന്നെ അങ്ങനെ നോർമലായിട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാലാണ്. പാൽ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ആയാലും ഒത്തിരി ലൂസായി പോവും. അപ്പോൾ അതിനാവശ്യത്തിനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് ഈ ചൂടത്ത് ഏത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ തന്നെ അവസ്ഥ, വെളിയിൽ കുറച്ച് നേരം വയ്ക്കുമ്പോൾ. അപ്പോൾ എന്തായാലും 3 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനായിട്ട് പ്രീതിയുടെ മിക്സിയിലാണ് ഞാൻ അടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ പഞ്ചസാര ഇടാൻ മറന്നു പോരുത്. ഞാൻ ഒരടി കഴിഞ്ഞപ്പോഴാണ് മറന്നുപോയ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട്. അപ്പോൾ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ സൂക്ഷിച്ചടിച്ചെടുക്കണം. നമ്മൾ നല്ലതായിട്ടൊന്ന് അരയ്ക്കണം, എങ്കിലേ മാങ്ങ അരഞ്ഞ് വരുള്ളൂ. പക്ഷേ ഞാൻ അടിച്ചപ്പോൾ നന്നായിട്ട് അടിഞ്ഞ് വന്നില്ല ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? അതാ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ വന്ന് വീഴുന്നു, പ്ലൊവിപ്പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അതിനെ ഇട്ട് അടിച്ച് പഞ്ചറാക്കി എടുക്കുവാണ്. അപ്പോൾ കളറൊക്കെ നന്നായി വന്നിട്ടുണ്ട്. മാങ്ങ അരങ്ങിയിട്ട് എന്നാലും അവിടെ കുറച്ച് കഷ്ണമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിനെ ഗ്ലാസ്സിലേക്ക് വീത്തി കൊടുക്കുവാണ്. ഇനി നമുക്കിതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ കുടിച്ചാലും സ്വാദിഷ്ടമാണ്. പക്ഷെ നമുക്കൊരു ഡെക്കറേഷനും ഒരു രുചിക്കൊക്കെ ആയിട്ട് വാനില ഐസ്ക്രീമും ഒരു സ്കൂപ്പ് എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ. ഇനി കുറച്ച് മാങ്ങ അരിഞ്ഞതിൻ്റെ ശകലം കഷ്ണം 2-3 പീസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അത് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തുറ്റി വെക്കുന്നത് പോലെ കുറച്ചൊന്ന് തൂവി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുക്കുകയാണ്. വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാവുന്നുണ്ട്, കണ്ടോ? എന്ത് ഭംഗിയാണല്ലേ! ആ തറയിലൊക്കെ പോകുന്നു വീഴുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി.